2026 വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ആരാധകർ ഏറെ സന്തോഷത്തിലാണ്. കാരണം മികച്ചൊരു ടീമും കൊണ്ടാണ് പോർച്ചുഗൽ ഇത്തവണ വേൾഡ് കപ്പിനെത്തുന്നത്. യുവേഫ നാഷൻസ് ലീഗിൽ വമ്പന്മാരെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പോർച്ചുഗൽ വിജയികളായിരുന്നു. അവിടം തൊട്ടാണ് പോർച്ചുഗൽ ആരാധകരുടെയും പോർച്ചുഗൽ ടീമിൻ്റെയും എല്ലാം പ്രതീക്ഷകൾ വാനോളം ഉയർന്നത്. തകർപ്പൻ മധ്യനിരയും എത്തിച്ചാൽ ഗോളടിക്കുന്ന മുന്നേറ്റ നിരയും ഇന്ന് പോർച്ചുഗലിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിലവിൽ പോർച്ചുഗൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കും വളരെ വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കൽപ്പിക്കപ്പെടുന്നത്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ സ്ക്വാഡാണോ അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ സ്ക്വാഡാണോ ഇത്തവണ ഏറ്റവും മികച്ചത്? പ്ലേയിങ് 11-ൽ ഏറ്റവും മികച്ച 11 പേരെ ഇറക്കാൻ ആർക്കാണ് ബെസ്റ്റ് 11 ഉള്ളത്? ആരുടെ ബെസ്റ്റ് 11 ആണ് ഏറ്റവും മികച്ചത്? അതാണ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പോർച്ചുഗലിന്റെ സ്ക്വാഡ് തന്നെ നോക്കാം. ഗോൾ കീപ്പറായി ഡിയാഗോ കോസ്റ്റ. ഫുട്ബോൾ ലോകത്ത് തന്നെ മികച്ച പ്ലേയിങ് കീപ്പർമാരിൽ ഒരാളാണ് ഡിയാഗോ കോസ്റ്റ. ഇനി പ്രതിരോധത്തിൽ സെൻട്രൽ ബാക്ക് പൊസിഷൻ എക്സ്പീരിയൻസ് ആയി കൈകാര്യം ചെയ്യാൻ റൂബൻ ഡിയാസ് ആയിരിക്കും ഒരാൾ. മറ്റൊരാൾ ഇനാസിയോയും. തകർപ്പൻ സെൻട്രൽ ബാക്ക് കൂട്ടി തന്നെ. റൈറ്റ് ബാക്ക് പൊസിഷനിൽ അറ്റാക്കിംഗ് തേർഡിൽ വരെ അപകടം വിതക്കാൻ ശേഷിയുള്ള ജാവോ കാൻസലോ. ലെഫ്റ്റ് വിങ്ങിൽ ന്യൂനോ മെൻഡസ്. നിലവിൽ ന്യൂനോ മെൻഡസും അപാര ഫോമിലൂടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മധ്യനിര നോക്കാം. ഓരോ ക്ലബ്ബുകളുടെയും വലിയ ആയുധങ്ങൾ നിലവിൽ പോർച്ചുഗലിനൊപ്പമുണ്ട്. PSG ആയുധമായ വിറ്റീഞ്ഞ, മറ്റൊരാൾ ജാവോ നവാസ്, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരം ഇത്തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മികച്ച മിഡ്ഫീൽഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രൂണോ ഫെർണാണ്ടസ്. എതിരാളികളെ തച്ചുടച്ച് മധ്യനിര ഭരിക്കാൻ തന്നെയാണ് പോർച്ചുഗലിന്റെ വരവ്. മിന്നും ഫോമിലുള്ള വിറ്റീഞ്ഞയും ബ്രൂണോ ഫെർണാണ്ടസും ജാവോ നവാസുമാണ് പോർച്ചുഗലിന്റെ മധ്യനിര ഭരിക്കുന്നവർ. ഇനി പോർച്ചുഗലിന്റെ മുന്നേറ്റ നിര നോക്കാം. റൈറ്റ് വിങ്ങിലൂടെ മുന്നേറ്റങ്ങൾ അഴിച്ചുവിടാൻ ബെർണാഡോ സിൽവയെ ആയിരിക്കും പരിശീലകൻ ഏൽപ്പിക്കുക. ആ ദൗത്യം അദ്ദേഹം കൃത്യമായി ചെയ്യുമെന്ന് തന്നെയുള്ള വിശ്വാസം നിലവിൽ പോർച്ചുഗൽ ആരാധകർക്കുണ്ട്. ക്ലബ്ബ് തലത്തിലെ മിന്നുന്ന ഫോമിലും നിലവിൽ ദേശീയ തലത്തിൽ മങ്ങിയ പ്രകടനമാണ് പല സമയങ്ങളിലും ബെർണാഡോ കാഴ്ചവെക്കുന്നത് എന്നത് വലിയ തിരിച്ചടിയാണ്. എങ്കിലും താരം മികവ് കാട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് റാഫേൽ ലിയാവോ. നിലവിൽ താരത്തിന്റെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് താരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിങ്ങുകളിലൂടെ എതിരാളികളെ അനായാസം മറികടന്നുകൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ താരം പോർച്ചുഗലിനൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാകും. ഇനി സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. പന്തെത്തിച്ചു നൽകിയാൽ ഏത് എതിരാളികളുടെയും ഗോൾ വല അനായാസം ചലിപ്പിക്കാൻ കഴിവുള്ള എക്സ്പീരിയൻസ് ആയ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതാണ് പോർച്ചുഗലിന്റെ ബെസ്റ്റ് 11. എതിരാളികളെ ഭയപ്പെടുത്താൻ ശേഷിയുള്ള ഒരു വമ്പൻ സ്ക്വാഡും വമ്പൻ 11-നുമായാണ് പോർച്ചുഗലിന്റെ വരവ്. ഇനി അർജന്റീനയുടെ 11 നോക്കാം. ഗോൾ കീപ്പറായി എതിരാളികളുടെ പേടി സ്വപ്നം എമിലിയാനോ മാർട്ടിനസ്. ഇനി പ്രതിരോധത്തിൽ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ 2022 വേൾഡ് കപ്പിലും ഒരു മതില് പോലെ അർജന്റീനൻ പ്രതിരോധം കാത്തു സൂക്ഷിച്ച ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യാനോ റൊമേറോയുമായിരിക്കും സെൻട്രൽ ബാക്ക് പൊസിഷനിൽ. വലതു വിങ്ങിൽ നൗഹേൽ മൊളീന, സ്കലോണിയുടെ വിശ്വസ്തൻ. ഇനി ഇടത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മധ്യനിരയിൽ സ്കലോണിയുടെ എൻജിന്മാരായ 3 പേർ. എതിരാളികൾക്ക് സ്പേസ് അനുവദിക്കാതെ മധ്യനിര ഭരിക്കാൻ ശേഷിയുള്ള 3 പേർ. റോഡ്രിഗോ ഡിപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. നിലവിൽ ഇവരും ക്ലബ്ബ് തലത്തിൽ മിന്നും ഫോമിലൂടെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അർജന്റീനയുടെ മുന്നേറ്റ നിര നോക്കാം. സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ ലൗത്തോരോ മാർട്ടിനസ്, നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ. റൈറ്റ് വിങ്ങിൽ ഇതിഹാസ താരം ലിയോണൽ മെസ്സി. നിലവിൽ ഇന്റർ മിയാമിക്കായി ഗോളടിച്ച് കൂട്ടുകയാണ് ലിയോ. ഈ വേൾഡ് കപ്പിൽ പ്രായം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയാളെ മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ ഗോൾ വലയും ഗോൾ മുഖങ്ങളും വിറക്കുമെന്നുറപ്പാണ്. ഇനി ഇടത് വിങ്ങിൽ ഹൂലിയൻ അൽവരസ്. മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരാൻ മെസ്സിയുമായി മനോഹരമായ കോമ്പിനേഷൻ കളിച്ച് അറ്റാക്കിംഗ് തേർഡിൽ അപകടം വിതക്കാൻ ശേഷിയുള്ള താരങ്ങൾ. അർജന്റീനയുടെ തകർപ്പൻ മുന്നേറ്റ നിരയും. ഇനി ഈ 2 ടീമുകളിലും ഏറ്റവും മികച്ച ബെസ്റ്റ് 11 ആർക്കാണ് പറയാനാകുക? നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഗോൾ കീപ്പർ പോർച്ചുഗലിൻ്റേത് ഡിയാഗോ കോസ്റ്റ, അർജന്റീനയുടേത് എമിലിയാനോ മാർട്ടിനസ്. ആരാണ് മികച്ചത്? നിലവിൽ പോർച്ചുഗൽ കീപ്പറായ ഡിയാഗോ കോസ്റ്റയാകട്ടെ മോഡേൺ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറാണ്. യൂറോപ്പിലെ ഏറ്റവും ടാലൻ്റുള്ള യുവ ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് ഡിയാഗോ കോസ്റ്റ. റിഫ്ലക്സും ഡിസ്ട്രിബ്യൂഷനും അദ്ദേഹത്തിൽ കൂടുതലാണ്. എമിലിയാനോ ആകട്ടെ വലിയ മത്സരങ്ങളിലെ അസാധാരണ മെന്റാലിറ്റിയും പെനാൽറ്റി സ്പെഷ്യലിസ്റ്റും വേൾഡ് കപ്പിലും കോപ്പ അമേരിക്ക ഫൈനലുകളിലും തെളിഞ്ഞ മനോഹരമായ എക്സ്പീരിയൻസും നിലവിലെ മിന്നുന്ന ഫോമുമാണ് എമിലിയാനോയുടെ പ്രത്യേകത.
അല്പം മുൻതൂക്കം എമിലിയാനോക്ക് തന്നെയാണ്. ഇനി പ്രതിരോധം നോക്കാം. അർജന്റീനയുടെ പ്രതിരോധത്തിൽ ക്രിസ്റ്റ്യോ റൊമേറോ, ലിസാൻഡ്രോ, നൗഹേൽ മൊളീന, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. നിലവിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അഗ്രസീവ് ഡിഫെൻഡിങ്ങും വാരിയർ മെൻറ്റാലിറ്റിയും ഹൈ ഇൻറ്റൻസിറ്റി പ്രസ്സിങ്ങുമാണ്. നിലവിൽ അർജന്റീനയുടെ ബാക്ക് ലൈനിൽ കെമിസ്ട്രി വളരെ ശക്തവുമാണ്. പോർച്ചുഗലിന്റെ ഡിഫൻസ് ലൈനിൽ റൂബൻ ഡിയാസ്, ഗോൺസലോ ഇനാസിയോ, ന്യൂനോ മെൻഡസ്, ജിയാവോ ക്യാൻസലോ. ടെക്നിക്കലി ക്വാളിറ്റി അർജന്റീനയേക്കാൾ ഹൈറ്റ് അഡ്വാൻറ്റേജ്. ന്യൂനോ മെൻഡസ്, ക്യാൻസലോ നിലവിൽ അറ്റാക്കിംഗ് തേർഡിലും ബെസ്റ്റ് ആണവർ. റൂബൻ ഡിയാസ് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു പ്രതിരോധ നിരക്കാരൻ കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്യൂർ ഡിഫൻസീവ് സ്റ്റേബിലിറ്റി നോക്കുമ്പോൾ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഡിഫൻസ് സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ആണ്. ഡിഫൻസിനൊപ്പം തന്നെ അറ്റാക്കിംഗ് ഫുൾ ബാക്സിനെയും ടെക്നിക്കൽ ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിനാണ് ആധിപത്യം. നിലവിൽ രണ്ടും കൂടെ നോക്കുമ്പോൾ നിലവിൽ രണ്ടും തുല്യരാണെങ്കിലും സ്ലൈറ്റ്ലി എഡ്ജ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്കാണ്, ചെറിയ മുൻതൂക്കം മാത്രം. ഇനി മധ്യനിര നോക്കാം. അർജന്റീനയുടെ മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. നിലവിൽ മധ്യനിരയിൽ അർജന്റീനയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാലൻസിങ്ങും വർക്ക് റേറ്റും ടാക്ടിക്കൽ ഡിസിപ്ലിനുമാണ്. നിലവിൽ വലിയ മാച്ചുകളിൽ പ്രഷറില്ലാതെ മധ്യനിര കൺട്രോൾ ചെയ്യാനും അർജന്റീനക്ക് സാധിക്കാറുണ്ട്. ഇനി പോർച്ചുഗലിന്റെ മധ്യനിരയിൽ വിറ്റിഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ്, ജാവോ നവാസ്. ക്രിയേറ്റിവിറ്റിയിൽ അപാരമുള്ള ടീമാണ് നിലവിൽ പോർച്ചുഗലിന്റെ മധ്യനിരയിലുള്ള താരങ്ങൾ. പാസിംഗ് ഇന്റലിജൻസ് അർജന്റീനയേക്കാൾ കൂടുതൽ, ടെക്നിക്കൽ ഡൊമിനൻസും ഉണ്ട്. ലോങ് റേഞ്ചുകളിൽ നിന്നുള്ള ഗോൾ ചാൻസ് ക്രിയേഷനും നിലവിൽ പോർച്ചുഗലിനൊപ്പമാണ്. നിലവിൽ അർജന്റീനയേക്കാൾ മികച്ച മധ്യനിര പോർച്ചുഗലിനൊപ്പം തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം. മധ്യനിരയിൽ പോർച്ചുഗൽ ഒത്തിണക്കം കാണിക്കുമോ എന്നും ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി മുന്നേറ്റ നിര നോക്കാം. പോർച്ചുഗലിന്റെ മുന്നേറ്റ നിരയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, റാഫേൽ ലിയാവോ, ബെർണാഡോ സിൽവ. നിലവിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് ലിയാവോയുടെ പേസിങ്ങും ബെർണാഡോയുടെ ക്രിയേറ്റിവിറ്റിയുമാണ്. നിലവിൽ ഫിനിഷിങ്ങിന് ഇട്ടുകൊടുത്താൽ എവിടെ നിന്നും ഗോൾ ലൈനിനെ ഫിനിഷ് ചെയ്യാൻ ശേഷിയുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോലുള്ള ഒരു മുന്നേറ്റ നിര താരവും നിലവിൽ പോർച്ചുഗലിനൊപ്പമുണ്ട്. ഇനി അർജന്റീനയുടെ മുന്നേറ്റ നിര നോക്കാം. ഹൂലിൻ അൽവരസ്, ലൗതറോ മാർട്ടിനസ്, ലിയണൽ മെസ്സി. എന്താണ് അർജന്റീനയുടെ മുന്നേറ്റ നിരയിലെ സ്ട്രെങ്ത്? അതിന് ഇതിഹാസമായ ലിയോ ഇപ്പോഴും അവരുടെ കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. 2022 മെസ്സി വിസ്മയം നമ്മൾ കണ്ണിറയെ കണ്ടതല്ലേ? അദ്ദേഹം ഇപ്പോഴും അർജന്റീനയുടെ മുന്നേറ്റ നിരയിലെ ആ വലം വിങ്ങിലുണ്ട്. മറ്റൊരാൾ ആൽവരസ്. എതിരാളികളുടെ കാലിൽ പന്തെത്തിയാൽ മുന്നേറ്റ നിരക്കാരനായ ഹൂലിയൻ അൽവരസിന്റെ പ്രസ്സിങ്ങിന് മുന്നിൽ കൈയടിച്ചേ പറ്റൂ. അത്രക്കും മികച്ച പ്രസ്സിംഗ് ആണ് അദ്ദേഹം എതിർ ഡിഫൻസിന് കൊടുക്കാറ്. ലൗതറോ മാർട്ടിനസിന്റെ ഫിനിഷിംഗ് ക്വാളിറ്റി കൂടിയാകുമ്പോൾ പോർച്ചുഗലിനെ സ്ലൈറ്റ്ലി മറികടക്കാൻ അർജന്റീനക്ക് മുന്നേറ്റ നിര കൊണ്ട് സാധിക്കും. മുന്നേറ്റ നിരയിൽ ചെറിയ മുൻതൂക്കം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കൊപ്പമാണ്. ഇത് ഞാൻ അനലൈസ് ചെയ്ത എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ പ്രകാരം ഏറ്റവും മികച്ച ബെസ്റ്റ് 11 ഉള്ളത് ഏത് ടീമിനൊപ്പമാണ്? പോർച്ചുഗലോ അർജന്റീനയോ? ഡിഫൻസ് ലൈൻ ആരുടേതാണ് മികച്ചത്? മധ്യനിരയോ? മുന്നേറ്റ നിരയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനാണോ ലിയണൽ മെസ്സിയുടെ അർജന്റീനക്കാണോ മുൻതൂക്കം? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഒപ്പീനിയനുകൾ പങ്കുവെക്കാനുള്ളതാണ് കമന്റ് ബോക്സ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.